ഞാൻ ഭയങ്കര വിഷയമായിരുന്നു വീട്ടിൽ കിടന്ന് എല്ലാവരുടെയും പൈസയായിട്ട് മുങ്ങി കേട്ടോ. പുള്ളി എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല ഗൈസ്. 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് മാൾട്ടയ്ക്ക് പോകാൻ വേണ്ടി അങ്ങനെയുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഓ ഗൈസ്, ഞാനിപ്പം ഇന്ന് വന്നിരിക്കുന്ന മടർകാടാട്ടോ. മടർകാട് എന്താ സംഭവം വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഷോപ്പ് ഉദ്ഘാടനം, അതായത് ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞു, നമ്മുടെ മടർകാട് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറയാണ്. അപ്പോൾ ആളെ പരിചയപ്പെടാം കേട്ടോ. ഇതാണ് മണിക്കുട്ടൻ എന്നാണ് പേര്. ഞാനും ഇനി തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമ്പനിക്കാരൻ ദീപിൻ്റെ ചേട്ടനല്ലേ, ദീപിൻ്റെ ചേട്ടനാട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ എവിടെ വാങ്ങുന്നുണ്ട്. അത് പോയി റിസോർട്ടെല്ലാം എടുത്ത് അത് കഴിഞ്ഞുള്ള സംഭവം വെച്ചാൽ കട്ടപ്പനയെല്ലാം പോയി അങ്ങനെ ട്രിപ്പായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെയുള്ള ബന്ധം കേട്ടോ, ട്രിപ്പോടുകൂടിയുള്ള ബന്ധം. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ എവിടെ പോകാനായിരുന്നു, പൈസ എല്ലാം കൊടുത്ത് മാൾട്ടയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ ദീപക് ഇവന് കുറേ 10-22 പേരില്ലായിരുന്നു. എല്ലാവരും കൂടെ ഒരു ഏജൻ്റാണോ ഒരുത്തൻ്റെ കയ്യിലല്ലേ, 1 ലക്ഷം രൂപ എല്ലാവരുടെയും കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ മേടിച്ചിട്ട് എല്ലാം റെഡിയാവുന്നുള്ള രീതി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പുള്ളി എല്ലാവരുടെയും പൈസയായിട്ട് മുങ്ങി കേട്ടോ. പുള്ളിക്കെതിരെ കേസെല്ലാം കൊടുത്ത് പക്ഷേ ഇത് കിട്ടിയിട്ടില്ല. അപ്പം അതിൽ നിന്നെല്ലാം കര കയറി ഇവൻ വന്നു കേട്ടോ. അങ്ങനെയുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഈ കടയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞേരെ. നമ്മുടെ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് കൂൾ ബാറാണ്. ചായയും കടിയും തലശ്ശേരി കടികളും പിന്നെ സ്റ്റേക്ക് ഐറ്റങ്ങളും അങ്ങനെ ഇതാണ്. നമ്മൾ വരുന്നത് ഈ മണർകാട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്തായിട്ട് വരും. രാവിലെ തൊട്ട് രാത്രി വരെ ഓപ്പണിംഗ് ആണ്, വൈകിട്ട് വരെ ഉണ്ട്. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ തലശ്ശേരി കടികൾ, തലശ്ശേരി ഐറ്റംസ് ആട്ടോ പിന്നെ ഉണ്ടാക്കുന്നത്. എല്ലാം ലൈവായിട്ടാണ്. ലൈവ് അല്ലേ, ഫുള്ള് ലൈവായിട്ടുള്ള സമയം. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. ഇതിപ്പോൾ ഓപ്പൺ നാളെ അല്ലേ, നാളെ. ഓക്കെ, ഇതിപ്പോൾ ലൈവ് സംഭവം കേട്ടോ. ബാക്കി പിന്നെ കടയ്ക്കകത്ത സൗകര്യങ്ങളെല്ലാം ആണ് ചെയ്ത കേട്ടോ. കട ഷോപ്പ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറം വരും ഗായ്സ്. അതുപോലെ തന്നെ നമ്മുടെ മണിക്കുട്ടൻ്റെ ഷോപ്പായ ടി ജംഗ്ഷൻ്റെ റിബൺ കട്ട് ചെയ്ത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് സോമൻകുട്ടി സാറായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഷോപ്പ് ഇന്ന് മുതൽ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ആഗസ്റ്റ് 25 തിങ്കളാഴ്ച ഇന്ന് മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം തലശ്ശേരി സ്പെഷ്യൽ എന്നാന്ന് വെച്ചാൽ തലശ്ശേരി സ്നാക്സ് ആട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരമാവധി ഇതുവഴി പാസ് ചെയ്യുന്നവർ ജസ്റ്റ് കയറുക, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം. കാരണം ഒരാൾ തുടങ്ങിയൊരു സംരംഭമല്ലേ, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വോയിസ് ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ ഭയങ്കര വിഷയമായിരുന്നു വീട്ടിൽ കിടന്ന് ഈ മാൾട്ടയ്ക്ക് പോകാൻ വേണ്ടി 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ്. പക്ഷേ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല ഗൈസ്. ഇവന് എൻ്റെ കമ്പനിക്ക് 10-22 പേരുണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വെച്ച് പോയി കേട്ടോ. അത് ഇതുവരെ 2-3 കൊല്ലം കണ്ടായി, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. അവനെവിടെ പോയി, അവൻ മുങ്ങി പൈസ ആയിട്ട് 22 ലക്ഷം രൂപ കണ്ട് അടുത്തുണ്ടെന്ന് തോന്നുന്നു. അവനെ കിട്ടിയിട്ടില്ല ഗൈസ്.